ഹേ ഗൈസ്, കർണാടകത്ത് ഗ്യാസ് ഇല്ലാതെ ഫുഡില്ലാന്ന് എത്ര ആൾക്കാർ ഈ സംഗതി ഞങ്ങൾക്ക് ഇന്നലെ പറഞ്ഞത്. നമ്മൾ എല്ലാ കൊല്ലം ഇല്ലേ പെരുന്നാളിൻ്റെ പിറ്റേന്നുണ്ടല്ലോ ഫിസ മാൾക്ക് പോകണം. അത് എന്തിനു വേണ്ടി പോകുന്നതെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടാത്ത കാര്യം. അങ്ങനെ നമ്മൾ ഫിസ മാൾക്ക് ഫാമിലി ആയിട്ട് എല്ലാവരും പോയാവാ. ഇതെല്ലാം ഉണ്ടല്ലേ തൊട്ടുണ്ട പൊള്ളു കൈ അത്രയ്ക്കും വില. അങ്ങനെ ഞങ്ങൾ പോയിട്ട് എന്താക്കിയോ ഐസ്ക്രീം തിന്നു, പോപ്കോൺ തിന്നു. പിന്നെ നമ്മൾ എപ്പോഴും തിന്നൊരു സംഗതി ഉണ്ട് ഗൈസ്, നമ്മളെ ഡൊമിനോസിൻ്റെ പിസ്സ. അവിടെ ഓർഡർ ആക്കുമ്പോഴാണ് സംഗതി അറിഞ്ഞത് പിസ്സ ഇല്ല, ഗ്യാസ് ഇല്ല എന്ന്. ഞാൻ പൊരൽ ഗ്യാസ് ഇല്ല, ഇന്ന് ചോറ് വെച്ചിട്ടില്ല എന്ന് ഉമ്മ ചെന്നത് കേട്ടില്ല. പക്ഷേ ഹോട്ടലിലല്ല ഗ്യാസ് ഇല്ല, ഫുഡില്ല എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. അത്രയ്ക്കും ഗ്യാസ് ബാധിച്ചിട്ടുണ്ട് കർണാടകത്ത്. ഇതെല്ലാം നോക്കിയില്ലേ ഈ വർക്ക്, എന്ത് ഫിനിഷിങ് വർക്ക് എന്നൊക്കെയാണ്. പോത്തിൻ്റെ ഇപ്പുറത്ത് പുല്ല് വെച്ചിട്ടുണ്ട്, മാത്രം പുല്ല് തിന്നിട്ടേ ഇല്ല. കുറേ കൊല്ലമായി ഞാൻ ആ പുല്ലിനെ അവിടെ തന്നെ കാണുന്നത്. ലാസ്റ്റ് ഞങ്ങൾ പുറത്ത് ഫുഡ് തിന്നാൻ പറഞ്ഞിട്ട് വന്നിട്ടാണ് എടുത്തെടുത്തിട്ട് ഒരു ഹോട്ടലിൽ കിട്ടി ഗൈസ്. അങ്ങനെ കയറിയിട്ടാകുമ്പോൾ 440 റുപ്യൻ്റെ അൽഫാമിന് 500 റുപ്യ, ഷവായിക്ക് 500 റുപ്യ. മോനെ എനക്കാകെ ടെൻഷനായിട്ട് ഇനി മനസ്സ് വന്നപ്പോൾ പോയിട്ട് എങ്ങനെ പുറത്തുനിന്ന് ഫുഡ് തിന്ന് ഈ ഹോട്ടലിൽ എങ്ങനെ ബന്ധമായെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.